ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു ഇഷ്യൂ വീണ്ടും കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എം.എ. ഷഹനാസ് എന്ന് പറയുന്ന ഒരു ലേഡി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കുറേയധികം സ്റ്റേറ്റ്മെന്റുകളൊക്കെ മാധ്യമങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഇന്റർവ്യൂ 24 ചാനലില് ഹാഷിം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ട് അതിനൊരു മറുപടി ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു വ്യക്തി വന്നിട്ട് കുറെ അധികം കാര്യങ്ങൾ, അലിഗേഷൻസ് വീണ്ടും രാഹുലിനെതിരായിട്ട് പറയുന്നത്. എന്തായാലും ആ ഒരു പുള്ളിക്കാരിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടം ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത ചോദ്യമായിട്ട് ഇന്നലെ നിങ്ങൾക്ക് മുന്നിൽ വന്ന ഒരാളാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒരു സമയവും എടുക്കാതെ എനിക്ക് ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ റെഡിയാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീ പീഡകനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങി ഇവിടെ ഒരു ചാനൽ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അവരെ ഇൻ്റർവ്യൂ ചെയ്ത ഹാഷ്മി. ഇന്നലെ ആ ഇൻ്റർവ്യൂ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് കേട്ടത്. അപ്പോൾ അത് കേൾക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് അത് കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വന്ന കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അത് പല ആളുകളോടും പേഴ്സണലി സംസാരിച്ചത്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിശ്വസ്തനെന്ന് കരുതി സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടും അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഇതാ ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അയച്ച മെസ്സേജുകളാണിത്. അതിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എല്ലാ മെസ്സേജും സീനാക്കിയിട്ടുണ്ട് ബ്ലൂടിക്കിൽ. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരുപാട് കാരണങ്ങളാണ്. അതിലൊന്ന്, എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിജീവിതമാർ നൽകിയ പരാതികൾക്കെതിരെ നീ മാനനഷ്ടത്തിന് പോകണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. അത് ഒരു വ്യക്തി നമ്മളോട് പറയുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും, ഞാൻ പറയട്ടെ, ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിൻ്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിൻ്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന്. പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. കാരണം അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകൾ അവരെന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. ആ ചാനലിനോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും എം.എ. ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലില്ല. ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം, ഒരു സ്ത്രീയായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാൾ തന്നെയാണ് എം.എ. ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നതുപോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്ന് തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല. രണ്ടാമത്, ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ, ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഞാൻ പലതരത്തിൽ സമൂഹത്തിൽ
ഏത് മേഖലയാണ് ഞാൻ പറയേണ്ടത്? ഇവിടെ സ്ത്രീകളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മൾക്ക് മെസ്സേജ് അയച്ചു വരുന്ന എത്ര കോഴികളുണ്ട്. എല്ലാവർക്കും എതിരെ നമുക്ക് പരാതിയും കേസുമായിട്ട് പോകാൻ പറ്റുമോ? കൊടുത്ത കേസുകൾക്ക് എന്താണ് നീതി കിട്ടുന്നത്? ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകാത്ത ആളാണ്. രാഹുൽ മാങ്കൂട്ടം കാശ്മീരിലെ ഡൽഹിയിലേക്ക് ടൂറിന് അവൻ്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് അവൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒരു സെൽഫി പോലും എൻ്റേതില്ല. അവൻ പറയുകയാണ് ഇന്നലെ ഷഹനാസ് എൻ്റെ സുഹൃത്തായിരുന്നു, ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി എന്ന്. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പൊ എല്ലാരും കേട്ടല്ലോ, വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഫോൾസ് അലിഗേഷനുമായിട്ട് പല ആൾക്കാരും രംഗത്തേക്ക് വരികയാണ്. ഓൾറെഡി 3 കേസാണ് രാഹുലിനെതിരായിട്ട് ഉണ്ടായിരുന്നത്. ഈ ഒരു 3 കേസിലും ഈ ഒരു ആൾക്ക് ജാമ്യം ലഭിച്ചു. അയാളിപ്പോ പുറത്താണുള്ളത്. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം 24 ന്യൂസിന്റെ ഒരു ഇന്റർവ്യൂല് വന്നിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പുള്ളി തെറ്റ് ചെയ്യാതെ പുള്ളി ആരൊക്കെയോ ചേർന്ന് അകപ്പെടുത്തിയ പോലെയാണ് നമ്മൾക്ക് തോന്നിയത്. എന്തായാലും ഈ ഷഹനാസ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു മോശം രീതിയിൽ വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരു ഭർത്താവ് വന്നിട്ട് പരസ്യമായിട്ട് പത്രപ്രസ്താവന നടത്തിയില്ലേ, എന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA വന്നു. എന്നിട്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എന്ന രീതിയിൽ വന്നിട്ട് എൻ്റെ ഭാര്യയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ഭർത്താവുള്ള നാട് നമ്മുടെ കേരളമാണ്. അതും പറയുന്നത് ഒരു MLAക്കെതിരെയാണ്. ആ MLAക്കെതിരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഒരു ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. 2 ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ പ്രശ്നത്തിൽ ഇടയിൽ കയറി ചെന്ന് അവരുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന പോയിട്ട് അവരുടെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത്, നീ ഒരു വിവാഹം കഴിച്ച ആളാണ്, ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു യുവ MLA ആണല്ലോ, അപ്പം ഞാൻ വീണ്ടും നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും ഒക്കെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രഗ്നൻ്റ് ആവേണ്ടതുണ്ട് എന്നിലൂടെ എന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആക്കുക. എന്നിട്ട് ഗർഭചിത്രം ചെയ്യുക. അവനൊരു ഫാർമസി ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഫാർമസിയുടെ ഭാഗമായിട്ട് മെഡിസിനൊക്കെ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അത്തരം മെഡിസിൻ ഇതുപോലെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് ഗർഭചിത്രം ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരു പീഡകനെയാണ് നിങ്ങൾ ഇന്നലെ മുഴുവൻ കേട്ടത്. അവര് എന്തെങ്കിലും അവൻ കഴിഞ്ഞ ദിവസം മുഴുവൻ ഇന്നലെ ഒരു വോയിസ്, ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഒരു വോയിസ് പുറത്തു വന്നു. ഇവിടെ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLAയുടെ ഭാഷ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ സ്ത്രീ പറയുന്നുണ്ട്, എന്നെ നീ തെറി വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര മോശമായിട്ടാണ് ആ MLA ആ സ്ത്രീയെ തെറി വിളിച്ചിട്ടുള്ളത്? അത് ഇന്നലെ ഹാഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഡിസ്കസ് ചെയ്തതിലുണ്ടായിരുന്നോ? നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അതെന്റെ ഭർത്താവല്ല, എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ മകനല്ല, ആരായാലും ഞാൻ പ്രതികരിക്കും. അത് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള സാധനമാണ്. രാഹുൽ മാങ്കൂട്ടം എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നു. അവന് അറിയാം ഞാൻ എഴുത്തുകാരിയാണ്, സാഹിത്യം എൻ്റെ പാഷനാണ്. അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന്. നിലമ്പൂർ ഇലക്ഷനിൽ ഞാൻ KPCC സംസ്കാര സാഹിതിയുടെ ഭാരവാഹി ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പല കുടുംബ സംഗമങ്ങളിലും പോയി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എൻ്റെ ഡ്യൂട്ടി കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം ഞാൻ കാർ എടുത്ത്, ഫറൂഖ് ചുങ്കത്താണ് എൻ്റെ വീട്, കാർ എടുത്തിട്ട് ഞാൻ നിലമ്പൂർ പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ അവിടെ പാർട്ടി ഇലക്ഷൻ ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഫണ്ടോ ഉപയോഗിച്ചിട്ടല്ല. ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ആ പ്രസ്ഥാനം മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ആ സമയത്ത് പോലും ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഇതിന്റെ മുമ്പ് തന്നെ ഈ കോഴീനെ രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഓരോ സ്ത്രീകൾക്കും. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ച് ഇവനൊരു ചാനൽ ചർച്ചയ്ക്ക് അവനെ ഇടപെട്ടാൽ പോലും പിന്നെ അവൻ എന്താ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാം. പാലക്കാട് ഇവനൊരു MLA പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിന്ന സമയത്ത് MLA ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി എന്താണോ പാലക്കാട് ചെയ്തിട്ടുള്ളത് അതിനപ്പുറം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇനി എനിക്ക് വർക്ക് ചെയ്യണം, കോളേജുകൾ കേന്ദ്രീകരിച്ചാണെന്ന് തോന്നുന്നു ഷാഫി പറമ്പിൽ MLA വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു.
ആ ആള് പോലും എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്താ അറിയോ, എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനാണ്, കാരണം എനിക്കറിയില്ലായിരുന്നു ഈ വ്യക്തി എന്താണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടീനെ എങ്ങനെ ഇവ മിസ്യൂസ് ചെയ്തു, അതെനിക്ക് ആ കുട്ടീനോട് ചോദിക്കാൻ പോലും പേടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ടും ഈ വിഷയമൊക്കെ നടക്കുന്ന സമയത്തും ഇവൻ ആ പെൺകുട്ടികളോട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താ എനിക്കെതിരെ പരാതിപ്പെടുന്നില്ലേ, നീ എന്താ എനിക്കെതിരെ പറയുന്നില്ലേ എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് എന്തു പറഞ്ഞാൽ എങ്ങനെ ഈ സ്ത്രീകളെ ട്രോമയിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കാര്യങ്ങൾ വളച്ചൊടിച്ച്, നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നീ മാനനഷ്ട കേസിന് പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം, നിന്നെ വളർത്തിയത് ഒരു അമ്മയല്ലേ, എന്നെ വളർത്തിയത് ഒരു ഉമ്മയാണ്. എൻ്റെ ഉമ്മേനെ ഞാൻ എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിലും അടക്കം എഴുതിയിടുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉമ്മ ഒരു സ്ത്രീ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ കരുത്തയായ സ്ത്രീയാണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ വളർത്തിയ മകനാണ് അവൻ എന്നാണ്. അപ്പം ഞാൻ അവനോട് അതിൻ്റെ മുമ്പ് പറഞ്ഞൊരു സാധനമുണ്ട്, അതവൻ അവിടെ ഇന്നലെ പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മയോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നീ ഇപ്പം മെൻ്റൽ സ്ട്രെസ്സായിട്ട് നിൽക്കുമ്പോൾ നിന്റെ അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് അവരനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ന് പറഞ്ഞ ഷഹനാസിൻ്റെ മെസ്സേജ് എന്താ രാഹുൽ മാങ്കൂട്ടം പറയാത്തത്? അതിനുശേഷം അവൻ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷഹനാസ്, നേരിൽ കാണുമ്പോൾ പറയാമെന്ന്. എന്താണ്, ഞാൻ അവൻ്റെ സുഹൃത്താണ് എന്ന് അവൻ പറഞ്ഞല്ലോ. സുഹൃത്താണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ അത് പറയാൻ പറ്റാഞ്ഞത്? അവൻ്റെ എന്താ പറയുക, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഒളിച്ചു നടക്കുന്നു? നിനക്ക് മാനനഷ്ടത്തിന് ഫയൽ ചെയ്യാനുള്ള അധികാരമില്ലേ? നിനക്ക് അതെന്താ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ച കാര്യമാണ്. നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് എം എ ഷഹനാസ് പറഞ്ഞു എന്ന് ഇന്നലെ അവൻ പറഞ്ഞത്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. വീണ്ടും വീണ്ടും രാഹുലിനെ അങ്ങ് കരിവാരി തേക്കുക. അയാളെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു രാഷ്ട്രീയ ഇന്ന് ഏതെങ്കിലും രീതിയിൽ തുടച്ചു മാറ്റണം. അതിനു വേണ്ടിയിട്ട് പല രീതിയിലും പലരും കടന്നങ്ങ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇയാൾക്കെതിരെ 3 കേസ് വന്നു. ആ ഒരു 3 കേസും നിലനിൽക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ 3 കേസിലും ഇയാൾക്ക് ജാമ്യവും ലഭിച്ചു. ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനും അയാളുടെ ആ ഒരു MLA സ്ഥാനമൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പരിശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ട്. എന്തായാലും സത്യം ജയിക്കട്ടെ. തെറ്റ് ചെയ്തവരെ ഇന്നല്ലെങ്കിൽ നാളെയാണേലും ശിക്ഷിക്കപ്പെടും. പക്ഷെ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. എന്തായാലും രാഹുലിനെതിരായിട്ട് ഇനിയും ഇതുപോലുള്ള കേസുകളുമായിട്ട് പലരും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു രീതിയിൽ അയാളെ തകർക്കാനാണ് പലരുടെയും ഉദ്ദേശം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അയാൾ ഈ ആൾക്കാരൊക്കെ പറയുന്ന പോലെ അയാൾ ഒരു വൃത്തികെട്ട ആളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്.